എടാ സാധിക്കരുത് നിങ്ങളെ പവർ ഈ കണ്ടോ? ആ കൂടി 5 കോടി ഉറുപ്പ്യാണ് തഹിയക്ക് ഇന്നലെ വരെ പിരിഞ്ഞു കിട്ടിയത്. ഇന്ന് സാധിക്കരുത് തങ്ങൾ പരിപാടിക്ക് അവിടെ പങ്കെടുക്കാൻ വേണ്ടി പോകണ്ടെന്ന് കേട്ടപ്പോൾ ആ 10 കോടിയുള്ളത് 30 കോടിയായിട്ടുണ്ട് മാറി. മനസ്സിലായ എനിക്ക്? പൈസ ആണ്ട് വന്നത് കോടികളെ ഒന്നും രണ്ടുമല്ല 20 കോടിയാണ് ഒഴുകിയെത്തിയത്. അതാണ് സാധിക്കലി തങ്ങളെ പവർ. അതിന് തന്നെയാണ് കൈയും കാലും പിടിച്ചു കൊണ്ടായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഹിയയുടെ ഫണ്ട് 30 കോടി വാഗ്ദാനമടക്കം 30 കോടിയിലെത്തി എന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്നലെ വന്നപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ചില ആളുകൾ, ചില എട്ടുകാലി മമ്മൂഞ്ഞുകൾ പുറത്ത് ചാടിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന ആ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വഷളാക്കുന്നത്? അദ്ദേഹത്തിന് ഈ അവകാശവാദമില്ല. ഇനി അദ്ദേഹം ഇതിനോട് സഹകരിച്ചത് കൊണ്ടാണ് ഫണ്ട് കൊടുത്തത് എന്ന് തന്നെ വിചാരിച്ചാൽ സമസ്തക്കല്ലേ ഫണ്ട് കൊടുത്തത്? എന്തേ വേറെവർക്കും കൊടുക്കാത്തത്? ഒരു ഫണ്ട്, ഇംദാദിൻ്റെ ഒരു ഫണ്ട് കളക്ഷൻ നടക്കുന്നുണ്ട്, 1/2 കോടി പോലും ഇതുവരെ തികഞ്ഞിട്ടില്ല. ഞാൻ അവരെ പരിഹസിക്കുകയോ ചെറുതായി കാണുകയോ അല്ല. ഈ ഒരു ടോക്ക് കൊണ്ട് അതിലേക്ക് ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതുകൂടി ഉണ്ടാവട്ടെ, എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും വേണം വിജയിക്കാം. പക്ഷേ ഫണ്ട് സമസ്തക്കാണ് കൊടുക്കുന്നത്. സമസ്തക്കാണ് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തോ ഒരു പൊരുളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ആരെ പ്രഖ്യാപനം വന്നതുകൊണ്ടാണെങ്കിലും ഫണ്ട് സമസ്തക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക ഇവരുടെ കാപഢ്യം എത്രത്തോളമാണെന്ന്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ സ്വഹാബികൾ നടത്തി. തലേ ദിവസം വരെ അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് കുട്ടിയാസൻ താരിമിയുടെ വോയിസ് വരെ ചോർന്നത് നമ്മൾ കേട്ടത്. പാണക്കാട് തങ്ങന്മാരൊന്നും പങ്കെടുക്കണില്ല, ഞാനും പങ്കെടുക്കണില്ല എന്ന് പറഞ്ഞ ആ വോയിസ്. അപ്പോൾ അത്രത്തോളം ഇവർക്ക് ഉറപ്പായിരുന്നു. കാരണം ഇവർ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം നിൽക്കുമെന്നാണ് ഇവർ കരുതിയത്. പക്ഷേ ഇവരെ ആരെയും പങ്കെടുപ്പിക്കാത്ത, സമസ്തക്കാരെ മാത്രം പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ, യഥാർത്ഥ സമസ്തക്കാരെ മാത്രം പങ്കെടുപ്പിച്ച പരിപാടിയിൽ, സുഹാബികൾ ആരെയും പങ്കെടുപ്പിക്കാത്ത പരിപാടിയിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തു എന്നുള്ളത് ഇവരെ തന്നെ ആകെ നിരാശയിലായിട്ടുകയും ഇതുവരെ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പ് എല്ലാം ബാത്തിലായി എന്നതിൻ്റെ ജാള്യത മറക്കാനാണ് ഇത്തരം വോയിസുകളുമായിട്ടൊക്കെ രംഗത്ത് വരുന്നത് എന്ന് സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക, സമസ്തയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക, സമസ്തയ്ക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുക, സമസ്തയ്ക്ക് വേണ്ടി കൊടുക്കുക. ഈ ഫണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ സമസ്തയുടെ പ്രഖ്യാപനം വന്നത് മുതൽ അടിത്തട്ടിൽ വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിജയമാണിത്. ഈ പ്രഖ്യാപിക്കപ്പെട്ട ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ പ്രഖ്യാപിച്ചതല്ല. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഓരോരോ രാജ്യങ്ങളിലും ഇത്ര തുകകൾ, ആ തുക വിരിക്കാൻ തുടങ്ങിയിട്ട് സംസ്ഥയുടെ പ്രഖ്യാപനത്തോളം അതിന് ബാക്കുണ്ട്. അപ്പോൾ അതൊക്കെ സ്വരൂപിച്ചിട്ട് ഇത്ര സംഖ്യ ഏകദേശം ഓൾമോസ്റ്റ് ഉണ്ടാകും എന്നുള്ള വിവരമാണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കൂട്ടിയിട്ടാണ് വാഗ്ദാനങ്ങളടക്കം ഈ 30 കോടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ചില വിഡ്ഢികളാണ് ഈ എട്ടുകാലി മമ്മൂഞ്ഞുകളായിട്ട് വരുന്നത് എന്ന് ഓർക്കുക. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ ഭാഗമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ എല്ലാ വേലിക്കെട്ടുകളും തകർത്തുകൊണ്ട് സംസ്ഥയുടെ ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തത്. കാരണം അദ്ദേഹത്തിന് അവിടെ പങ്കെടുത്തേ മതിയാകും. അതാണ് ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അവിടെ പങ്കെടുത്തു. നമുക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം പങ്കെടുക്കുമെന്ന്. അദ്ദേഹം അത് പങ്കെടുത്തു. കുഞ്ഞാലിക്കുടി സാഹിബൊക്കെ അതിൽ വല്ലാതെ ഇടപെട്ടിട്ടുണ്ടാവണം. കാരണം വരാൻ പോകുന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ വിശാല മനസ്കത കാണിച്ചുകൊണ്ട് അവിടെ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ സമസ്തയും അദ്ദേഹത്തെ ക്ഷണിച്ചു എന്ന് മാത്രമല്ല, പ്രത്യേകം ക്ഷണിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അർഹിച്ച വളരെ മഹത്തായ സ്ഥാനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ആ പരിപാടിയിൽ അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ബഹുമാനാദരവുകൾ അവിടെ പങ്കെടുപ്പിച്ച് സമസ്തയുടെ പ്രവർത്തകർ മാതൃകയായിരിക്കണം. ഇതൊക്കെ കണ്ടപ്പോൾ ചില ആളുകൾക്ക് വല്ലാത്ത ഹാലിളക്കം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇത്തരം വോയിസുകളൊക്കെ പുറത്തു വരുന്നത്. തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രമാണ്. കാരണം ഈ അവകാശവാദങ്ങളൊക്കെ, ഈ ഫണ്ട് ഇങ്ങനെ പൊന്തിയപ്പോൾ അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്ന ഈ എട്ടുകാലി മമ്മൂഞ്ഞികൾ സ്വന്തമായിട്ട് എന്താണ് ചെയ്തത് എന്ന് ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും ഈ കാര്യത്തിൻ്റെ നിജസ്ഥിതി. കാരണം ഇവരൊക്കെ ഈ സുഹാബി നേതാക്കളുടെ മദ്രസകൾ, അവർ സെക്രട്ടറി ആയിട്ടുള്ള മദ്രസകളുണ്ട്, അവർ ഭാരവാഹികളായിട്ടുള്ള മദ്രസകളുണ്ട്, അവർ രക്ഷാധികാരികളായിട്ടുള്ള മദ്രസകളുണ്ട്. ഓരോന്നിൻ്റെ കണക്ക് നമ്മൾക്കുണ്ട്. ഇതുവരെ വന്ന ഫണ്ടിൻ്റെ കണക്ക്, ആ കണക്കൊന്ന് പരിശോധിച്ചാൽ 201, 2 രൂപ, 304, 501 ഇങ്ങനെയാണ്. എന്നാൽ സാധാരണ നാടന്മാരായ ആളുകൾ, സമസ്തയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ഉന്നതമായ സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത ആളുകൾ, രക്ഷാധികാരികളായ അവർ സെക്രട്ടറിയും പ്രസിഡൻ്റായ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അവർ സമസ്തയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ ആ മദ്രസകളിൽ നിന്ന് അവർ ഫണ്ട് നൽകി സ്വരൂപിച്ച് എത്രയാണ് ലക്ഷക്കണക്കിന് ഓരോരോ മദ്രസകളുടെ പേരിൽ കാണാൻ സാധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സമസ്ത കൊണ്ട് ജീവിക്കുന്നവരെയും സമസ്തയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ജീവിക്കുന്നവരെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം.
ഈ 100-ാം വാർഷികം അതിനുള്ള ഒരു ഹേതുവായിട്ട് പടച്ച റബ്ബ് കണക്കാക്കിയതാണ്. പലരും ഇതിൽ നിന്ന് വേർതിരിയും, നെല്ലും പതിരും കൃത്യമായിട്ട് വേർതിരിയും. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തആല കാണിച്ചു തരുക തന്നെ ചെയ്യും. അതിനുള്ളൊരു വഴിയാണ് ഈ 100-ാം വാർഷികവും തഹിയ ഫണ്ടും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ സമസ്തയുടെ 100-ാം വാർഷികത്തിൻ്റെ പ്രചരണം അത് പ്രഖ്യാപിച്ചത് മുതൽ സമസ്തയുടെ പ്രവർത്തകന്മാർ ആരംഭിച്ചു കഴിഞ്ഞതാണ്. മുകൾ തട്ട് മുതൽ അടിത്തട്ട് വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുകയാണ്. ആരാണ് ഇതുവരെ ബഹിഷ്കരിച്ചു നിന്ന ആളുകൾ? ആരോടാണ് ബഹിഷ്കരിക്കുന്നത്? കുളത്തിനോട് പിണങ്ങിയിട്ട് കഴുകാതെ പോയാൽ അവനവൻ നാറുമെന്നല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? ഈ ആപ്തവാക്യം പോലെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലേ? ഓരോരുത്തരും നാറിക്കൊണ്ടിരിക്കല്ലേ? ഇനി തുടർന്നുള്ള പ്രയാണത്തിൽ ഈ സമസ്തയുടെ ഈ ബോഗിയിൽ ഇവർക്ക് കയറാൻ പറ്റുമോ? കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ താഴേക്ക് കൊഴിഞ്ഞു ചാടുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാർ കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ്, അതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇനി സമസ്തയുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ എങ്ങനെയാണ് മുഖം ചുളിക്കാതെ, മുഖം പ്രസന്നതയോടുകൂടെ, ആത്മാർത്ഥമായിട്ട്, സന്തോഷത്തോടുകൂടെ സമസ്തയുടെ സമ്മേളനത്തിൽ എങ്ങനെ പങ്കെടുക്കാൻ കഴിയുക? ഈ ആളുകൾക്കൊന്നും, ഈ സുഹാബി ടീമിനൊന്നും ഈ അവസ്ഥയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഫിസിക്കലി തന്നെ അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, എല്ലാവർക്കും അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. പക്ഷേ ഈ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ, എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. തെറ്റ് തിരുത്തി മടങ്ങി വരാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ സംസ്ഥയുടെ ഓരോ പരിപാടിയും വിജയിക്കുമ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരാം, വിജയിക്കുമ്പോൾ പിതൃത്വം ഏറ്റെടുക്കാൻ വരാം. എന്നാൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് അവിടെ വരുമ്പോൾ അതിനെ വിമർശിക്കാൻ വരാം. രണ്ടിനും വരുന്നത് ഒരേ ടീമാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ ഇത്തരം ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം തന്നെയാണ് 100-ാം വാർഷികം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ അജർനാ മിൻ ശർരിൽ മുനാഫിഖീൻ, അല്ലാഹുമ്മ അജർനാ മിൻ ശർരിൽ ഫാസിഖീൻ, അല്ലാഹുമ്മ അജർനാ മിൻ ദലാലാത്തി വൽ ബിദഇയാത്തി വൽ ബലിയാത്ത്, അല്ലാഹുമ്മ അജർനാ മിൻ ശർരിൻ നഫ്സിൽ അമ്മാറ, അല്ലാഹുമ്മ അജർനാ മിൻ ശുറൂരി നുഫൂസിൽ അമ്മാറ അൽ ഫിർഔനിയ, അല്ലാഹുമ്മ അജർനാ മിൻ ശുറൂരി നുഫൂസിൽ അമ്മാറത്തിൽ ഹാലിയ, അല്ലാഹുമ്മ അജർനാ മിൻ തജാവുസിൽ മുൽഹിദീൻ, അല്ലാഹുമ്മ അജർനാ മിൻ തജാവുസിൽ മുൽഹിദീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.